ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രൊവിൻഷ്യൽ ജോസഫ് അച്ച, വിക്ക് പ്രൊവിൻഷ്യൽ ജസ്റ്റിൻ ഫ്രാൻസിസ് അച്ച, നമ്മുടെ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ സെബാസ്റ്റ്യൻ തുബിയാസ്, ഇന്ന് ഇവിടെ നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കുവാനായി എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, മറ്റ് ശ്രേഷ്ഠ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഒരു ചെറിയ ടെൻഷനുണ്ട്. അതായത് പ്രസംഗിക്കാനായിട്ട് ഇന്ന് വരെ ഇതുവരെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് വെസ്റ്റ് ചെയ്ത് കുർബാനയ്ക്ക് വന്ന് നിന്നതിന് ശേഷം എന്തോ ചെറിയൊരു ടെൻഷൻ. ആ ടെൻഷത്തിൻ്റെ കാര്യം ഞാനങ്ങ് പറയാം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ബ്ലാങ്ക് ആയി പോകും. അതായത് 2019 മെയ് 14 നിങ്ങളെപ്പോലെ ഞങ്ങൾ 5 പേർ ഇവിടെ ഇങ്ങനെ നിത്യവ്രത വാഗ്ദാനം ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ആ സമയത്ത് എനിക്ക് ചെറിയ ഫൈനൽ പ്രൊവിഷൻ്റെ സമയമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ചെറിയ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സഭ വിട്ടു പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ എൻ്റെ റെക്ടറായിരുന്ന ആളാണ് ഇന്നത്തെ മുഖ്യ കാർമ്മികൻ ജോസഫ് പി എസ് അച്ഛൻ. അന്നത്തെ എൻ്റെ അസിസ്റ്റൻ്റ് റെക്ടറായിരുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ റെക്ടർ സെബാസ്റ്റ്യൻ തുബിയാസ് അച്ഛൻ. പിന്നെ അന്ന് എൻ്റെ കൂടെ എൻ്റെ സഹോദരന്മാരായി എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും കണ്ടപ്പോൾ ഒരു വിഷമം, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ നിന്നവരെയൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷവും ഒരു ടെൻഷനും ഒക്കെ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ കിടക്കുമ്പോൾ ഒരു ബ്ലാങ്കായി പോകുമെന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞ് അതങ്ങ് മാറ്റിയേക്കാന്ന് കരുതി. ഫ്രാൻസിസ് സഹോദരന്മാരെ വിളിച്ചതുപോലെ ഞാൻ നിങ്ങളെ വിളിക്കുന്നു, എൻ്റെ സഹോദരന്മാരെ, മിയ ഫ്രാത്തല്ലോ. നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങൾക്ക് കരുതാവുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത്. ഈ ദിവസം, നിങ്ങളുടെ ദിവസം, നിങ്ങൾ 13 പേരുടെയും. കാരണം ഈ വർഷം എന്തുകൊണ്ടും നിങ്ങൾ നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധൻ്റെ മരണത്തിൻ്റെ 800 വർഷം നമ്മൾ ആഘോഷിക്കുന്നു. ചരിത്രത്തിൽ ഇടം നേടിയ ഒരു വർഷമാണ്. വിശുദ്ധ വർഷമായി ഈ വർഷത്തെ പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും നിങ്ങളുടെ പേരും ചരിത്രത്തിൽ നമ്മളുടെ ആർക്കൈവ്സിൽ രേഖപ്പെടുത്തുന്ന പേരുകളാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾ സന്നിഹിതരായിരിക്കുമ്പോൾ, നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കുവാനായി സന്നിഹിതരായിരിക്കുമ്പോൾ, കുറച്ചു മുമ്പ് നമ്മുടെ MC വായിച്ചതുപോലെ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇക്കാര്യം ചിന്തിക്കുവാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിശുദ്ധൻ മരിക്കുന്നതിന് മുമ്പ്, വിശുദ്ധ ഫ്രാൻസിസ് മരണത്തിനായിട്ട് ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം അതിൽ വിശുദ്ധൻ പറഞ്ഞ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അന്നിവിടെ കൂടിയിരുന്ന സഹോദരന്മാരോട് വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ സഹോദരന്മാരെ, കർത്താവിനോട് നമ്മൾ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാരെ, കർത്താവിനോട് നമ്മൾ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലും മഹത്തരമായ കാര്യങ്ങൾ അവിടുന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ ചില കാര്യങ്ങൾ കർത്താവിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലും മഹത്തരമായ കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ മഹത്തരമായ കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് വാഗ്ദാനം നൽകിയത്? അതെന്താണെന്ന് ഫ്രാൻസിസ് പറഞ്ഞിട്ടില്ല. അത് പറയുന്നതിന് മുമ്പേ ഫ്രാൻസിസ് മരണത്തിലേക്ക് ഇറങ്ങിപ്പോയി. അതിൻ്റെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളുടെ അപ്പൻ നമ്മളോട് പറഞ്ഞ കാര്യം, നമ്മുടെ സെറാഫിക് ഫാദർ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ് ആ വാഗ്ദാനം എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കണക്ക് കൂട്ടി എടുക്കേണ്ട സമയത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ ആശ്രമം, ഇന്ന് നമ്മൾ ഈ കാണുന്ന വളരെ മനോഹരമായ സുന്ദരമായ ഈ ആശ്രമം ഇങ്ങനെ ആയത് നമുക്ക് മുന്നേ പറന്നുപോയ കുറച്ച് നമ്മളുടെ സഹോദരന്മാരുണ്ട്, നമ്മളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ. ഇന്ന് നമ്മളുടെ സെമിട്രിയുടെ പുതിയ പണിതതിൻ്റെ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ പഠിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ ഒരുപാട് സഹോദരന്മാരുണ്ട്.
ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ പഠിച്ചു പോയവർ അവരൊരുമിച്ചുണ്ടായിരുന്ന സഹോദരന്മാരുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ ഏറ്റവും ബാക്കിൽ നിന്ന് ഒരു റോയിൽ ഇങ്ങനെ നമുക്ക് മുന്നേ മരിച്ചു പോയവരുടെ ചിത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം ഓർക്കേണ്ട ഒരു ദിവസം കൂടിയാണെന്ന്. ഇന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള ജെർണച്ചൻ ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ട് ആശുപത്രിയിലാണ്. മരിദാസ് അച്ഛന് വയ്യ, ജോർജ് അച്ഛന് വയ്യ. അപ്പോൾ നമ്മുടെ മുന്നേ പോയ പലർക്കും ഇപ്പോൾ അവർ ഇങ്ങനെ ഫെയ്ഡായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ അവർ അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ കുഞ്ഞു സഹോദരന്മാർ ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഓർമ്മയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്? ഈശോയുടെ കൂടെ നടന്നിട്ടും പത്രോസ് ലീഹായ്ക്ക് 3 പ്രാവശ്യം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഈശോയെ അറിയത്തില്ല എന്ന് പറയേണ്ടി വന്നു. 3 പ്രാവശ്യം അറിയത്തില്ല എന്ന് പറയേണ്ടി വന്നു. ഇതേ പത്രോസ് ലീഹ പിന്നീട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുമ്പോൾ നീറോ ചക്രവർത്തിയുടെ പടയാളികൾ വന്ന് പത്രോസ് ലീഹായുടെ കൂടെ ഉള്ളവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ദൂരെ നിന്നിട്ട് പത്രോസ് ലീഹ അവരോട് വിളിച്ചു പറയുന്നു, മെമന്തോ ഡൊമിനി, മെമന്തോ ഡൊമിനി, കർത്താവിനെ ഓർക്കുക, കർത്താവിനെ ഓർക്കുക എന്ന് ദൂരത്ത് നിന്ന് അവരോട് വിളിച്ചു പറയുന്നു. വീണ്ടും ഒരു 1.5-2 വർഷം കഴിയുമ്പോൾ പത്രോസ് ലീഹായെ പിടിച്ചുകൊണ്ട് പോകും കുരിശിൽ തറയ്ക്കാനായിട്ട്. അവിടെ ചെന്നിട്ട് പത്രോസ് ലീഹ പറയും, ഈശോയെ പോലെ എന്നെ കുരിശിൽ തറയ്ക്കരുത്, എന്നെ തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കണം. അങ്ങനെ തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കാൻ പറഞ്ഞിട്ട് ദൂരെ മാറി നിന്ന് കരയുന്ന തൻ്റെ സഹോദരന്മാരോട് കുരിശിൽ കടന്നുകൊണ്ട് പത്രോസ് ലീഹ വിളിച്ചു പറയും, മെമന്തോ ഡൊമിനി, മെമന്തോ ഡൊമിനി, മെമന്തോ ഡൊമിനി എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് പത്രോസ് ലീഹ മരണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു മനുഷ്യൻ, അതായത് വിശുദ്ധൻ, അദ്ദേഹം മറ്റൊരു രീതിയിൽ ഈ കാര്യത്തെ പറഞ്ഞു. സിഞ്ഞോറെ ലെയോർമെ ദെ ക്രിസ്റ്റോ, സിഗുവേറെ ലെയോർമെ ദെ ക്രിസ്റ്റോ. എന്താണത്? കർത്താവിൻ്റെ കാൽപ്പാടുകൾക്ക് പിന്നാലെ പോവുക, ഈശോയുടെ കാൽപ്പാടുകൾക്ക് പിന്നാലെ പോവുക. എങ്ങനെയാണ് ഈശോയുടെ കാൽപ്പാടുകൾക്ക് പിന്നാലെ പോകാനായിട്ട് ഈ വിശുദ്ധൻ പറഞ്ഞത്? അതിങ്ങനെയാണ്. 3 കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ, വിശുദ്ധൻ്റെ ജീവിതം മുഴുവൻ 3 കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. എന്താണത്? ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന കാര്യം. പക്ഷെ അതിനെ വിശുദ്ധൻ പ്രാർത്ഥിച്ചത് മറ്റൊരു രീതിയിലാണ്. നമ്മൾ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഈ 3 വ്രതങ്ങൾ ഇന്ന് ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും അനുസരണത്തിലും ജീവിക്കാമെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് വിശുദ്ധൻ പറഞ്ഞൊരു രീതിയുണ്ട്. നിങ്ങൾക്ക് ദൃഢമായ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരണം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നശിച്ചു പോകാത്ത പ്രത്യാശയില്ലെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പൂർണ്ണമായ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മചര്യം ഉണ്ടാവില്ല. ഈ 3 കാര്യങ്ങൾ ടെസ്റ്റമെന്റിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധൻ. നമ്മൾ വിശുദ്ധനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇക്കാര്യം മറന്നുപോയാൽ, അതായത് ഈ 3 കാര്യങ്ങൾ വിശുദ്ധൻ വിശുദ്ധ കുരിശിൻ്റെ മുമ്പിൽ നിന്ന്, സന്തോമിയയിലെ കുരിശിൻ്റെ മുന്നിൽ നിന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. എനിക്ക് ദൃഢമായ വിശ്വാസവും നശിച്ചു പോകാത്ത പ്രത്യാശയും പൂർണ്ണമായ സ്നേഹവും തരണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. അതേ വിശുദ്ധൻ തന്നെ വിശുദ്ധന്മാരിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു? നിന്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിന്റെ സഹോദരൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ പ്രാർത്ഥിക്കരുത്. നിന്റെ പ്രാർത്ഥന വർത്ഥല്ല, അത് മൂല്യമില്ലാത്തതാണെന്ന് ഫ്രാൻസിസ് പറഞ്ഞു. ടെസ്റ്റമെന്റിൽ എഴുതിയിട്ടുണ്ട്, ടെസ്റ്റമെന്റിൽ എഴുതി വീഴ്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുമുള്ള ഒരു കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവരാണല്ലോ, മനോരമയിലൊക്കെ വന്ന ഫേമസ് ഫിഗേഴ്സ് ആണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ റീലിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനത് പിന്നെ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. അതിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നു, വളരെ വ്യത്യസ്തനായിരുന്നു ഫ്രാൻസിസ്. ഒരിക്കലും ഫ്രാൻസിസ് വ്യത്യസ്തനല്ലായിരുന്നു. ഫ്രാൻസിസ് വ്യത്യസ്തനായിരുന്നു എന്ന് പറഞ്ഞത് കസൻസാക്കീസാണ്. അത് സാഹിത്യത്തിലെ ഫ്രാൻസിസാണ്. നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞു കൂട്ടാൻ ശ്രമിക്കുന്നത് സാഹിത്യത്തിലെ ഫ്രാൻസിസിനെയാണ്, കസൻസാക്കീസിൻ്റെ ഫ്രാൻസിസിനെയാണ്. പക്ഷേ ദ സെയിൻറ്റ്, പ്രോഫറ്റ്, ഫൗണ്ടർ, ഇത് 3ലും ഫ്രാൻസിസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസിസ് വിശുദ്ധനാകുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ദൈവജനം വിശുദ്ധൻ എന്ന് വിളിച്ചിരുന്ന ആളെ നമ്മുടെ ടെസ്റ്റമെന്റ്, നമ്മുടെ ഒബ്നിബോസിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അദ്ദേഹം വിശുദ്ധനാകുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിസ് വിശുദ്ധനാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് 1 വർഷം പോലും അദ്ദേഹത്തിന് വിശുദ്ധ വർഷമായി അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുത്തു. 2ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു. ഇതാ നോക്കൂ, റോബിനച്ചൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് പൊന്നുരുന്നി ആശ്രമത്തിൽ ടേബിളിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാണ്. നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് നോക്കൂ, സുന്ദരന്മാരായ കുട്ടികൾ, ഇവർ സഭയിലേക്ക് വരുന്നിടത്തോളം കാലം വിശുദ്ധന് മരണമില്ല. നമ്മുടെ റോബിനച്ചൻ പറഞ്ഞാണ് നിങ്ങളെക്കുറിച്ച്. ഇതാ നോക്കൂ, സുന്ദരന്മാരായ കുട്ടികൾ സഭയിലേക്ക് വരുന്നു, ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇവർ കടന്നു വരുവോളം കാലം
ഫ്രാൻസിസിന് മരണമില്ലാതെ നമ്മളിലൂടെയാണ് ഫ്രാൻസിസ് കടന്നു പോകുന്നത്, ഫ്രാൻസിസിൻ്റെ ജീവിതം മുന്നോട്ടുണ്ടാവുന്നത്. ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ വീണ്ടും നിലനിൽക്കുന്നത് നമ്മിലൂടെയാണ്. ഫ്രാൻസിസ് നടന്ന വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ ഒന്നുകൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യം എന്താണ്? ഞങ്ങളെ വിശുദ്ധരാക്കി തീർക്കണമേ. ഫ്രാൻസിസിന് ഏറ്റവും വലിയൊരു ഭയമുണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ ഏറ്റവും വലിയ ഭയം എന്തായിരുന്നു? അത് പുതിയ ആൾക്കാർ, പുതിയ സഹോദരന്മാർ സഭയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഫ്രാൻസിസ് ഭയന്നിരുന്നു. അത്രയും ടെൻഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം എന്താണ്? 1221 നമ്മുടെ റെഗുലാർ നോൺ ബുള്ളാത്ത സംഭവിക്കാതെ പോകുന്ന സമയത്ത് വീണ്ടും 1223 റെഗുലാർ ബുള്ളാത്ത വരുമ്പോൾ ഫ്രാൻസിസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളൊന്നും എടുത്തു മാറ്റാൻ പാടില്ല, കാരണം ഇതെനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ്. ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും പലതരത്തിലുള്ളവർ ഫ്രാൻസിസിൻ്റെ പിന്നാലെ വന്നപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, വേണ്ട, ഇവരെ ആരെയും വേണ്ട. എന്തുകൊണ്ട്? ഫ്രാൻസിസിൻ്റെ സ്പിരിറ്റിന് എതിരെ പോകുമെന്ന് പേടിച്ചുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, പുതിയതായിട്ട് ആരെയും വേണ്ട. ആ സ്പിരിറ്റുള്ളവർ, ഫ്രാൻസിസ്കൻ സ്പിരിറ്റുള്ളവർ മാത്രം സഭയിലേക്ക് വന്നാൽ മതി. ഫ്രാൻസിസ് ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഫ്രാൻസിസ് ഒരു യുദ്ധം സോൾവ് ചെയ്യാനായിട്ട് ആഫ്രിക്കയിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് ഫ്രാൻസിസിനെ പുറത്താക്കുവാനായിട്ട് ഈ സഹോദരന്മാർ ശ്രമിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഫ്രാൻസിസിനെ ഭയപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ പ്രവേശിക്കുന്ന ഈ ജീവിതം അതിൻ്റെ മൂല്യത്തിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫ്രാൻസിസിന് കുറച്ചുകൂടെ ടെൻഷൻ കൊടുക്കുകയാണ്, വിശുദ്ധന് കുറച്ചുകൂടെ ടെൻഷൻ കൊടുക്കുകയാണ്. നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം, നമ്മളുടെ അരയിലെ കയർ, ഇതെല്ലാം ഒരു കാലത്ത് വിശുദ്ധൻ്റെ ഒപ്പം നടന്നിരുന്നവരെ തൊട്ടാൽ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും അതില്ലെന്നല്ല. നമ്മൾ എത്രത്തോളം ഫ്രാൻസിസിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ നടക്കുന്നുവോ അത്രത്തോളം നമ്മളിൽ വിശുദ്ധി ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കും. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇന്നേ ദിവസം നിങ്ങൾ നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ 3 കാര്യങ്ങൾ: ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. അതോടൊപ്പം തന്നെ ഫ്രാൻസിസിനെ ഭയപ്പെടുത്താതെ ജീവിക്കാൻ കഴിയുന്നവരാവട്ടെ നമുക്ക്. ലിയോ ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ വീടുകൾ തോറും നടന്നു, ഞാൻ വനാന്തരങ്ങൾ മുഴുവൻ അലഞ്ഞു നടന്നു. എന്തിന്? ദൈവത്തെ അന്വേഷിച്ച് നടന്നു. ഞാൻ ഭക്ഷിക്കുവാൻ മറന്നുപോയി, ഞാൻ പാനം ചെയ്യുവാൻ മറന്നുപോയി, ഞാൻ പല കാര്യങ്ങളും മറന്നുപോയി. എന്നാൽ എനിക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ദൈവത്തെ ചീത്ത വിളിച്ചുകൊണ്ട് ഈ മലയുടെ ചോട്ടിൽ ഇരിക്കുമ്പോൾ ദൈവം എൻ്റെ കരങ്ങളിൽ പിടിച്ചു. ഫ്രാൻസിസിനെ പിടിച്ച അതേ കരങ്ങൾ എന്നെയും പിടിച്ചു. നമ്മളെല്ലാവരും ഫ്രാൻസിസിനാൽ കരങ്ങൾ പിടിക്കപ്പെട്ട് സഭയിലേക്ക് എത്തിയവരാണ്. നമുക്കെല്ലാവർക്കും ഈശോയ്ക്ക് അല്ലെങ്കിൽ ഫ്രാൻസിസിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് കടക്കാം. ഈശോയുടെ എല്ലാവിധ അനുഗ്രഹവും വിശുദ്ധൻ്റെ എല്ലാവിധ പ്രാർത്ഥനയുടെ നിറവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.